സോ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തതിനെ സംബന്ധിച്ചുള്ള അടുത്ത തിയറിയാണ് തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ അഥവാ ഓർഗാനിക് ഇവല്യൂഷൻ അല്ലെങ്കിൽ ബയോ കെമിക്കൽ ഇവല്യൂഷൻ. തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ അല്ലെങ്കിൽ ബയോ കെമിക്കൽ ഇവല്യൂഷൻ അല്ലെങ്കിൽ ഓർഗാനിക് ഇവല്യൂഷൻ. അതിൽ പറയുന്നത് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് വാട്ടറിൽ തന്നെയാണ്. സോ വെള്ളത്തിലാണ് ജീവൻ്റെ സാന്നിധ്യം ആദ്യമായി കണ്ടെത്തിയത് എന്ന് പറയുന്നു. സോ ലൈഫ് ഒറിജിനേറ്റഡ് ഇൻ വാട്ടർ. നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് യൂണിവേഴ്സ്, എങ്ങനെയാണ് സോളാർ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് നമ്മുടെ എർത്തിൽ എങ്ങനെയാണ് ആ ജീവൻ്റെ സാന്നിധ്യത്തിലേക്കുള്ള ആ ഘടകങ്ങളൊക്കെ ഉണ്ടായത്. സോ അവിടെ ഉണ്ടായതിൽ നമ്മൾ പറഞ്ഞിരുന്നു റെയിൻ ഫോം ചെയ്തതും അവിടെ ഓഷ്യനായി മാറിയതും ഓഷ്യനിൽ ഒരുപാട് കോമ്പൗണ്ടുകൾ ഉണ്ടായതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത് ലൈഫ് ഒറിജിനേറ്റഡ് ഇൻ വാട്ടർ ത്രൂ എ സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഈ വാട്ടറിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ടാണ് ആദ്യത്തെ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻകാർ പറയുന്നു. അതായത് അവിടെ നമ്മുടെ ഓഷ്യനിൽ ഫോം ചെയ്തു എന്ന് പറയുന്ന ആ സബ്സ്റ്റൻസുകൾ എന്തായിരുന്നു, ഒരുപാട് സിമ്പിൾ സബ്സ്റ്റൻസുകൾ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടുത്തെ അൾട്രാ വയലറ്റ് റേറ്റ് അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്ത എനർജി സോഴ്സോടുകൂടി ഓഷ്യനിൽ ഉണ്ടായിരുന്ന ആ ഇൻഓർഗാനിക് മോളിക്യൂൾ കമ്പൈൻ ചെയ്താണ് ഒരു കോംപ്ലക്സ് ലൈഫ് ഫോമിലേക്ക് എത്തിയത്, ബിൽഡിംഗ് ബ്ലോക്സുകൾ ഉണ്ടായത്. സോ ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് കമ്പൈനിങ് ടു ഫോം കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾ എന്ന് പറയുന്നു. സോ അവിടെ ഉണ്ടായിരുന്ന ആ ഓഷ്യനിലുണ്ടായിരുന്ന വാട്ടർ ബോഡീസിലുണ്ടായിരുന്ന ഇൻഓർഗാനിക് സബ്സ്റ്റൻസുകൾ കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറുന്നു, കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂളുകളായിട്ട് മാറുന്നു. ആ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾ വീണ്ടും മോർ ആൻഡ് മോർ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾ അവർ തമ്മിൽ റിയാക്ട് ചെയ്തു. എന്നിട്ട് ഒറിജിൻ ഓഫ് ഫസ്റ്റ് പ്രിമിറ്റീവ് ലൈഫ്, അങ്ങനെയാണ് ആദ്യത്തെ പ്രിമിറ്റീവ് ലൈഫ് ഫോം ചെയ്തത്. സോ അതിനുശേഷം ആദ്യത്തെ പ്രിമിറ്റീവ് ലൈഫിൽ വീണ്ടും കോംപ്ലക്സ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ റിയാക്ട് ചെയ്ത് എന്തായി മാറി, അത് മോർ കോംപ്ലക്സ് ലൈഫ് ഫോം ചെയ്തു. സോ കൂടുതൽ കോംപ്ലക്സ് ലൈഫ് ഫോം ചെയ്തു എന്നാണ് ആ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ അഥവാ ഓർഗാനിക് എവല്യൂഷൻ പറയുന്നത്. സോ കെമിക്കൽ റിയാക്ഷനിലൂടെയാണ് അല്ലെങ്കിൽ ബയോ കെമിക്കൽ റിയാക്ഷനിലൂടെയാണ് അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടാണ് ലൈഫ് ഫോം ചെയ്തത്. അതാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം, ആദ്യമായിട്ട് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് വാട്ടറിലാണ് എന്ന് പറയപ്പെടുന്നു. സോ അവിടെ ഉണ്ടായിരുന്ന നമ്മൾ പറയപ്പെടുന്ന ഓഷ്യൻസ് ഫോം ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഇൻഓർഗാനിക് ആയിട്ടുള്ള ആ സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്ത് അവർ തമ്മിൽ ഈ അൾട്രാ വയലറ്റ് റേഡിയേഷൻ ലൈറ്റനിങ്ങിൻ്റെ എനർജിയുടെ സഹായത്തോടു കൂടി കമ്പൈൻഡ് ആൻഡ് റീകമ്പൈൻ ചെയ്ത് എന്ത് ചെയ്തു, അവർ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂളുകളായിട്ട് മാറി. ഈ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾ വീണ്ടും കുറച്ചും കൂടി മോർ ആൻഡ് മോർ റിയാക്ഷൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രിമിറ്റീവ് ലൈഫ് ഫോം ചെയ്തു. അവിടെ നിന്ന് വീണ്ടും കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്ത് മോർ കോംപ്ലക്സ് ലൈഫ് ഫോംസ് ഇവോൾവ് ചെയ്യാൻ തുടങ്ങി. അതാണ് കെമിക്കൽ എവല്യൂഷൻ അഥവാ ഓർഗാനിക് എവല്യൂഷൻ അഥവാ ബയോ കെമിക്കൽ എവല്യൂഷൻ. ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്യണ വേറൊരു തിയറിയാണ്, ഇതുപോലെ തന്നെ പറയുന്ന വേറൊരു തിയറിയാണ്, കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണ് ഒപ്പാരിൻ ഹാൽഡെയ്ൻ തിയറി. ഒപ്പാരിൻ ഹാൽഡെയ്ൻ തിയറി 1892 തൊട്ട് 1964 വരെയുള്ള കാലയളവിലാണ്. 2 സയൻറ്റിസ്റ്റുകളാണ് ഈ ഒപ്പാരിൻ ഹാൽഡെയ്ൻ തിയറി പ്രപ്പോസ് ചെയ്തത്. അലക്സാണ്ടർ ഐ ഒപ്പാരിൻ, അതിലെയാണ് ഒപ്പാരിൻ, അലക്സാണ്ടർ ഐ ഒപ്പാരിൻ. പിന്നെ JBS ഹാൽഡെയ്ൻ, അതിൽ ആ 2 പേരുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയ്ൻ തിയറി. സോ ഈ തിയറി പറയുന്നത് എന്താ പറയുക, ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ്, ആദ്യത്തെ ലൈഫ് ഫോം ചെയ്തത് മേ ബി പ്രീ എക്സിസ്റ്റിംഗ് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂളുകളിൽ നിന്നാണ്. ആദ്യത്തെ ലൈഫ് ഒറിജിനേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് എവിടെ നിന്നാണെന്ന് അവർ പറയുന്നത്, പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ട് മുമ്പ് നിലവിലുള്ള നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾ, പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോൺ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂളുകളിൽ നിന്നാണ് ആദ്യത്തെ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തതെന്നാണ് ഒപ്പാരിനും ഹാൽഡെയ്നും പറയുന്നത്. അതിൽ നമ്മുടെ ഒപ്പാരിൻ്റെ ഒരു ബുക്കാണ് റിട്ടേൺ ചെയ്ത് ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു ബുക്കിൽ അതിൽ പറയുന്നുണ്ട് എബയോജെനിസിസ് ഫസ്റ്റ്, ആദ്യം എബയോജെനിസിസ് ആണ് നടന്നത്, ബട്ട് ബയോജെനിസിസ് എവർ സിൻസ്. ആദ്യം എബയോജെനിസിസ്, അതിനുശേഷം പിന്നീടെല്ലാം ബയോജെനിസിസ് എവർ സിൻസ്. സോ അദ്ദേഹത്തിൻ്റെ ആ ബുക്കിലുള്ളതിന് നമ്മൾ പറയാം പ്രൈമറി എബയോജെനിസിസ്, ആദ്യത്തെ എബയോജെനിസിസ് എന്ന് പറയുന്നു. ഇതിൽ അവർ പറയുന്നത് സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ. നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി എന്താണ് ഈ പറഞ്ഞ ആ
ഓഷ്യനിൽ ഒരുപാട് സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഓഷ്യനിൽ എക്യുമുലേറ്റഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഓഷ്യനിലുള്ള സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ അവിടെ കിടന്ന് ഒരു ഹോട്ട് പ്രിമോഡിയൽ സൂപ്പ് അല്ലെങ്കിൽ ഹോട്ട് ഡൈല്യൂട്ട് സൂപ്പ് പോലെയാണെന്ന് പറയുന്നു. ആ ഓഷ്യനെ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രോത്ത് എന്ന് പറയാം. ചുട്ടുപഴുത്തിട്ടുള്ള ഒരു സൂപ്പ് പോലെയാണ് ഓഷ്യനിലുള്ള ആ ഓർഗാനിക് കോമ്പൗണ്ടും കൂടിയുള്ള ആ കോമ്പിനേഷൻ, സൂപ്പ് പോലെ. സോ ഹോട്ട് ഡൈല്യൂട്ട് സൂപ്പ് അല്ലെങ്കിൽ ഒരു ഓഷ്യൻ ഒരു ബ്രോത്ത് പോലെയാണെന്ന്. ഇതിനെ പിന്നീട് ഡാർവിൻ്റെ വാം ലിറ്റിൽ പോണ്ട് എന്നും കൂടി അറിയപ്പെടുന്നു. ഇതിനെ ഡാർവിൻസ് വാം ലിറ്റിൽ പോണ്ട് എന്നും കൂടി പറയുന്നു. ഈ കണ്ടീഷൻസൊക്കെ അന്ന് നടന്നതാണ്. ഇപ്പോൾ ഈ കണ്ടീഷൻസ് ഒന്നും നടക്കില്ല. സോ ഈ തിയറിയിൽ പറയുന്നത്, ഒപ്പാരിൻ ആൻഡ് ഹാൽഡൈൻ തിയറി പറയുന്നത്, അന്ന് നമ്മൾ ഓഷ്യനിൽ ഫോം ചെയ്തു എന്ന് പറയപ്പെടുന്ന സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്ത് ചെയ്തു, ഓഷ്യൻസിൽ കമ്പൈൻഡ് ആൻഡ് റീകമ്പൈൻ, അവർ തമ്മിൽ പലതരത്തിൽ വേരിയസ് വേയിൽ കോമ്പിനേഷൻ ആൻഡ് റീകോമ്പിനേഷൻ നടന്നു. സോ ഈ സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഓഷ്യൻസിൽ കമ്പൈൻഡ് ആൻഡ് റീകമ്പൈൻ ഇൻ വേരിയസ് വേസ്, പല തരത്തിലുള്ള കോമ്പിനേഷനിൽ അവർ കമ്പൈൻഡ് ആൻഡ് കമ്പൈൻ ചെയ്തു, വീണ്ടും റീകമ്പൈൻ ചെയ്തു. അങ്ങനെ പല മെത്തേഡിൽ ഈ പറഞ്ഞ സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഓഷ്യൻസിൽ, ഈ പ്രിമോഡിയൽ സൂപ്പ് പോലെയുള്ള ഓഷ്യൻസിൽ കോമ്പിനേഷൻസ് ആൻഡ് റീകോമ്പിനേഷൻ പല മെത്തേഡുകളിൽ നടന്നു. എന്നിട്ട് എന്തായി മാറി, കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ടുകളായിട്ട് മാറി. ആ സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ കമ്പൈൻഡ് ആൻഡ് റീകമ്പൈൻഡ് ഇൻ വേരിയസ് വേസ്, എന്നിട്ട് എന്തായി മാറി, ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളുണ്ട്. സോ സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഏതായിരുന്നു, ബിൽഡിംഗ് ബ്ലോക്കുകളായിരുന്നു. നമ്മുടെ പ്രോട്ടീൻ്റെ ബിൽഡിംഗ് ബ്ലോക്കായ അമിനോ ആസിഡ്, അതുപോലെ ന്യൂക്ലിക് ആസിഡിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കായ പ്യൂരിൻ, പിരിമിഡിൻ, അതുപോലത്തെ. പിന്നെ നമ്മുടെ ലിപ്പിഡ്സിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് ഫാറ്റി ആസിഡ്സ്, ഗ്ലിസറോൾ, പിന്നെ ഷുഗേഴ്സ്, കാർബോഹൈഡ്രേറ്റിലെ ഷുഗർ. ഈ സിമ്പിൾ ബിൽഡിംഗ് ബ്ലോക്സുകളാണ് ഈ സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടുകളായിട്ട് ഓഷ്യനിൽ ഫോം ചെയ്തിരുന്നത്. ഈ സിമ്പിൾ ബിൽഡിംഗ് ബോക്സുകൾ എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പൈൻ ആൻഡ് റീകമ്പൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂളുകളായിട്ട്. ആ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ അമിനോ ആസിഡ് ബിൽഡിംഗ് ബ്ലോക്കുകളൊക്കെ കമ്പൈൻ ചെയ്ത് പ്രോട്ടീനുകളായി മാറി. പിന്നീട് നമ്മുടെ നൈട്രോജീനസ് ബേസുകൾ, പ്യൂരിൻ, പിരിമിഡിനൊക്കെ അങ്ങനത്തെ അതൊക്കെ കമ്പൈൻ ചെയ്ത് ന്യൂക്ലിക് ആസിഡായിട്ട് മാറി. ആദ്യം ഫോം ചെയ്തത് RNA ആണ്. പിന്നീട് നമ്മുടെ ഫാറ്റുകൾ, അതുപോലെ ലിപ്പിഡായിട്ട് ഫോം ചെയ്യാനുള്ളത്. പിന്നീട് പോളിസാക്രൈഡുകൾ, ഷുഗേഴ്സൊക്കെ കമ്പൈൻ ചെയ്ത് പോളിസാക്രൈഡ്. സോ ഈ പറഞ്ഞ സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ കമ്പൈൻ ചെയ്ത് റീകമ്പൈൻ ചെയ്ത് പല മെത്തേഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്പൈൻ ചെയ്ത് എന്ത് സംഭവിച്ചു, അൾട്രാ വയലറ്റ് റേസിൻ്റെയും ലൈറ്റനിങ്ങിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി ഈ ഓഷ്യൻസിൽ കിടന്ന് അവർ തമ്മിൽ കോമ്പിനേഷൻ നടത്തി എന്തായി മാറി, കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ടുകളായിട്ട് മാറി. പ്രോട്ടീനുകളും ന്യൂക്ലിക് ആസിഡുകളും അതുപോലെ ഫാറ്റ്, പോളിസാക്രൈഡ് പോലത്തെ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂളായിട്ട് മാറി. അതിൽ ആദ്യം ഫോം ചെയ്തതെന്ന് പറയുന്നത് RNA ആണ്. ആദ്യത്തെ ന്യൂക്ലിക് ആസിഡ് RNA ആയിരുന്നു ഫസ്റ്റ് ഫോം ചെയ്ത്. RNA സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആയിട്ടുള്ള ഒരു മോളിക്യൂളായിരുന്നു. RNA സെൽഫ് റെപ്ലിക്കേറ്റ്, സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ RNA അവിടെ ഫോം ചെയ്ത നമ്മൾ കോംപ്ലക്സ് ആയിട്ട് പ്രോട്ടീനുമായിട്ട് കമ്പൈൻ ചെയ്തു. സോ RNA കമ്പൈൻഡ് അല്ല, ഇൻറ്ററാക്റ്റഡ് വിത്ത് പ്രോട്ടീനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് ന്യൂക്ലിയോ പ്രോട്ടീൻസ് ഫോം ചെയ്തു. RNA പ്രോട്ടീൻസുമായിട്ട് കമ്പൈൻ ചെയ്ത് ന്യൂക്ലിയോ പ്രോട്ടീൻസ് ഫോം ചെയ്തു. ആ ന്യൂക്ലിയോ പ്രോട്ടീൻ എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ജീൻ, നമ്മളിപ്പോൾ പറയുന്ന ജീനിനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ RNAയും പ്രോട്ടീൻ്റെയും കോമ്പിനേഷനായ ന്യൂക്ലിയോ പ്രോട്ടീന് നമ്മൾ ജീനിനുള്ള ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സുകളൊക്കെ ആ ന്യൂക്ലിയോ പ്രോട്ടീൻസിനുണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു അബയോട്ടിക് അല്ലെങ്കിൽ അബയോജെനിസിസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രിമിറ്റീവ് ഫോം ഓഫ് ലൈഫ് ഫോം ചെയ്തിരുന്നത് അന്നത്തെ കാലത്ത് അറ്റ്മോസ്ഫിയർ ഇല്ലായിരുന്നു. അവിടെ ഫ്രീ അവൈലബിൾ ആയിട്ടുള്ള ഓക്സിജൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിനെ ഓക്സിഡൈസ് ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളെ ഓക്സിഡൈസ് ചെയ്യാനോ അതിനെ ഡിസ്ട്രോയ് ചെയ്യാനോ മൈക്രോ ഓർഗാനിസമോ ഒന്നും തന്നെയില്ല. സോ അത് അന്നത്തെ കാലത്ത് വളരെ സാധ്യമായിരുന്നു. ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞത്. സോ അന്നത്തെ കാലത്ത് ആ റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയറും അതുപോലെ ആ റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന മീഥെയിൻ, അമോണിയ, അതുപോലെ ഹൈ ടെമ്പറേച്ചർ, ഹൈഡ്രജൻ്റെ ലൈറ്റ് പാർട്ടിക്കിൾസ്, ഇതൊക്കെ അപ്പോഴത്തെ എബയോട്ടിക് ഒറിജിൻ ഓഫ് ലൈഫിനെ സപ്പോർട്ട് ചെയ്തു. എബയോട്ടിക് ഒറിജിൻ ഓഫ് ലൈഫ് ഉണ്ടാവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ബിക്കോസ് റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയറും അവിടെ ഉണ്ടായിരുന്ന ആ കോമ്പൗണ്ടുകളും മീഥെയിൻ, അമോണിയ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ, വോൾക്കാനിക് സ്റ്റോം, ഇതൊക്കെ ആ എബയോട്ടിക് ഒറിജിൻ ഓഫ് ലൈഫിനെ സപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇന്ന്
ഇന്നത്തെ പ്രസൻസ് എന്താണ്? ഇന്ന് ഒരുപാട് ഓക്സിജൻ, ഫ്രീ ഓക്സിജൻ ഇന്ന് എർത്തിൽ അവൈലബിൾ ആണ്. ആ ഫ്രീ ഓക്സിജൻ ഇതുപോലത്തെ ഒരു അബയോട്ടിക് ഒറിജിൻ ഓഫ് ലൈഫിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഈ ഫ്രീ ഓക്സിജൻ എന്ത് ചെയ്യും? ഒരു അബയോട്ടിക് ഒറിജിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ ഏത് കോമ്പൗണ്ട് ഉണ്ടെങ്കിലും അതുമായിട്ട് റിയാക്ട് ചെയ്ത് അതിനെ ഡിസ്ട്രോയ് ചെയ്ത് വരും. സോ അന്ന് അത് എളുപ്പമായിരുന്നു, ബിക്കോസ് റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ. ഇന്നത്തെ ഒരു എൻവയോൺമെൻറ്റിൽ, ഇന്നത്തെ അറ്റ്മോസ്ഫിയറിൽ ഈ രീതിയിലുള്ള അബയോട്ടിക് ഒറിജിൻ ഓഫ് ലൈഫ് ഒരിക്കലും സാധ്യമല്ല. സോ ഒപ്പാരിൻ ഹാൽഡിൻ തിയറി ഈ പറഞ്ഞ കെമിക്കൽ ഇവല്യൂഷനെയാണ് ആക്ച്വലി സപ്പോർട്ട് ചെയ്യുന്നത്, കെമിക്കൽ ഇവല്യൂഷൻ ഓർഗാനിക്. സോ ഈ തിയറി ഓൾമോസ്റ്റ് നമുക്ക് വെൽ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഈ തിയറിക്ക് ഒരു എക്സ്പെരിമെൻ്റൽ പ്രൂഫ് കൊണ്ടുവന്നതോടു കൂടിയാണ് കെമിക്കലിയാണ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ് ഒറിജിൻ ഓഫ് ലൈഫ് ഉണ്ടായതെന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കുറച്ചെങ്കിലും കൺവിൻസ്ഡ് ആവാൻ പറ്റിയത് ഇത് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തതോടുകൂടിയാണ്. ഒപ്പാരിൻ ഹാൽഡിൻ തിയറിനെ എക്സ്പെരിമെൻ്റലി എങ്ങനെയാണ് പ്രൂവ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം.